ഇപ്പം നമുക്കിപ്പം സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ ജിസ്മോൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജിസ്മോൻ, അറിയാം ഈ സമയം സംസാരിക്കാൻ പ്രയാസമായിരിക്കുമെന്നും ജാമ്യാപേക്ഷ പരിഗണിച്ചത് പോലും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിങ്ങൾ അഭിഭാഷകരോട് സംസാരിച്ചു, അവരെന്താണ് പറയുന്നത്? ഇന്നിപ്പം നമുക്ക് കിട്ടിയേക്കുന്ന അറിവ്, ഞാനിപ്പോ അങ്ങോട്ട് ഇവരെ കാണാൻ വേണ്ടിട്ട് കയറിയതാണ്. അവിടുന്ന് കിട്ടിയ അറിവ് നമ്മുടെ കേസ് അവിടെ പരിഗണിച്ചിട്ട് പോലുമില്ല. ഈ കോടതി പരിഗണിക്കാൻ പറ്റിയല്ല, പുറത്തേക്ക് വേറെ മുതിർന്ന കോടതിയിലേക്ക് പറ്റുള്ളെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇന്ന് 2 ജഡ്ജസ് അവർ പിന്മാറി, പുതിയൊരു ജഡ്ജാണ് വന്നിട്ടുള്ളത്. നമ്മുടെ MLA കൂടെയുണ്ട്, ഞാൻ പുള്ളിയുടെ കൊടുക്കാം. നമസ്കാരം. പറയൂ, ആരാണ്? സജീവ് ജോസഫ് MLA ആണ്. മനസ്സിലായി. എന്താണ് അവിടെ ഇപ്പൊ നമുക്ക് പരിഗണിച്ചത് പോലും ഇല്ല എന്ന് പറയുന്നു, അങ്ങനെയാണോ? കേട്ടത് പോലും ഇല്ലേ? ഇന്ന് ജില്ലാ കോടതിയിൽ ഈ അപേക്ഷ, നമ്മുടെ പെറ്റീഷൻ വന്നപ്പോൾ തന്നെ കോടതിക്ക് നിലവിലെ നിയമമനുസരിച്ച് കേൾക്കാൻ അധികാരമില്ലെന്നും അധികാര പരിധിയുള്ള കോടതിക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുമെന്നും, അതായത് സ്പെഷ്യൽ കോർട്ട് ഉൾപ്പെടെ ഉള്ള കോടതികൾക്ക് കേൾക്കാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത വിവരമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭ്യമായിട്ടുള്ളത്. അപ്പം NIA കോടതിയിലേക്ക് അതായത് ജാമ്യാപേക്ഷ പരിഗണിച്ചതേ ഇല്ല, അധികാര പരിധിയിലല്ല എന്ന് പറഞ്ഞ് പരിഗണിച്ചതേ ഇല്ല, അങ്ങനെയല്ലേ? അതെ. അവർക്ക് ഈ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഡിസ്മിസ് ചെയ്തത് എന്നാണ് കിട്ടിയ വിവരം. എനിക്ക് കിട്ടിയ വിവരം, അതിന്റെ ഡോക്യുമെന്റ്സ് ഒന്നും കണ്ടിട്ടില്ല. ഏതായാലും ഉന്നത കോടതിയിൽ നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം ഫാൾസ് കേസാണ്, അലിഗേഷൻസ് ഒക്കെ അലീജ്ഡ് അലിഗേഷൻസ് എല്ലാം തന്നെ ഇൻകറക്റ്റ് ആണ്. പ്രഥമദൃഷ്ട്യാ തന്നെ നിലനിൽക്കുന്ന കേസല്ല. അത് ഈ കേസ് ഈ രൂപത്തിൽ ഡിലേ ആക്കുന്നത്, നീതി നിഷേധിക്കുന്നത്, അപേക്ഷ പരിഗണിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ശ്രമമായി മാത്രമേ കാണാൻ സാധിക്കൂ. എങ്ങനെ ഇത് വൈകിപ്പിക്കാമെന്നുള്ളതാണ്, നീതി എങ്ങനെ വൈകിപ്പിക്കാമെന്നുള്ളതാണ് ചില പോലീസ് ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നീതിന്യായ പീഠത്തിലും കോടതിയിലും നീതി പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ. മനസ്സിലായി. വളരെയധികം നന്ദി ശ്രീ സജീവ് ജോസഫ് സംസാരിച്ചതിന്. റോജി M. ജോൺ തുടരുന്നുണ്ട്. റോജി, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്, ഇപ്പോൾ UDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, അമിത്ഷായെ കണ്ടു, ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കാണാനും UDF MPമാർ ഡൽഹിയിൽ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്.